ചെടി നട്ടാൽ വായുവിലെ ഓക്സിജൻ്റെ അളവ് കൂടും എന്നാണ് നമ്മളൊക്കെ ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ ഭൂമിയിലെ അന്തരീക്ഷത്തിലെ 50 മുതൽ 70% ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നത് കടലിൽ നിന്നാണ്. കടലിലുള്ള ആൽഗകൾ, സൈനോബാക്ടീരിയ, ഫൈറ്റോപ്ലാങ്ക്ടൺ ഇവയുടെയൊക്കെ ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം വഴിയാണ് ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നത്. ഈ ഓക്സിജൻ അന്തരീക്ഷത്തിലെ ഭൂരിഭാഗം ഓക്സിജനാണ്. അപ്പോൾ കരയിൽ ചെടി നട്ടതുകൊണ്ട് മാത്രം അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ അളവ് കൂടില്ല. അപ്പോൾ നാം എന്ത് ചെയ്യണം? കടൽ ശുദ്ധീകരണം കൂടി നമ്മുടെ അജണ്ടയിൽ ഉണ്ടാവണം. കടൽ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെടുന്നത് കാർഷികമായ ഉൽപ്പന്നങ്ങളിൽ നാം ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ, വ്യാവസായിക മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക്കുകൾ ഇതൊക്കെ കൊണ്ടു തള്ളാനുള്ള അവസാനത്തെ ഇടമാണ് കടൽ. പുഴയുടെയും കടലിൻ്റെയും ഓരത്തുള്ള മിക്ക ഹോട്ടലുകളുടെയും വേസ്റ്റ് അവസാനം കൊണ്ട് തള്ളുന്നത് കടലിലാണ്. മലിനീകരിക്കപ്പെട്ടതുകൊണ്ട് മാത്രം നശിച്ചു പോകുന്ന അനേകം ജീവനുകൾ കടലിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഓക്സിജൻ പുറത്തുവിടുന്ന സൈനോബാക്ടീരിയ പോലുള്ള ജീവികളുടെ നാശത്തിന് അത് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് കരയിൽ ചെടി നട്ടാൽ മാത്രം പോരാ, കടലിനെ സംരക്ഷിക്കാനുള്ള മാർഗങ്ങൾ കൂടി തേടിയില്ലെങ്കിൽ ഗ്ലോബൽ വാർമിങ്ങും ഇങ്ങനെ പകൽ AC യുമൊക്കെ നമ്മുടെ പ്രശ്നങ്ങളായി നിലനിൽക്കും.